ഡോക്ടറെ, ഞങ്ങളുടെ മകൻ എങ്ങനെയുണ്ട്? അവന് ബോധം വന്നോ ഡോക്ടറെ? എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആക്ച്വലി ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. രാജുവിന്റെ തലയിലേറ്റ പരിക്ക് വളരെ ഗുരുതരമായിരുന്നു. കൺട്രോൾ ചെയ്യാനാവാത്ത വിധത്തിൽ ബ്ലഡ് പൊയ്ക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ് രാജുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അതിനെന്താ ഡോക്ടറെ, വലിയ ഓപ്പറേഷൻ വല്ലതും വേണോ? പണത്തിന്റെ കാര്യമാണെങ്കിൽ ഡോക്ടർ മടിക്കാതെ പറഞ്ഞോ. എത്ര ലക്ഷമാണെങ്കിലും എന്റെ മകന് വേണ്ടി ഞാൻ കൊണ്ടുവരും. എത്ര ലക്ഷങ്ങൾ കൊണ്ടുവന്നിട്ടും ഈ പ്രയോജനമില്ല ചേട്ടാ. ഞങ്ങൾ ശ്രമിക്കാവുന്നതിന്റെ പരമാവധി ശ്രമിച്ചു. രാജുവിന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. രാജു മരിച്ചു. ഐ എം സോറി. രാജു, രാജു, രാജു എണീക്ക് രാജു. ഞാനാ പറയുന്നത്, എണീക്ക് രാജു. രാജു, രാജു പ്ലീസ്. രാജു, രാജു എണീക്ക് രാജു. രാജു, രാജു എണീക്ക് രാജു. രാജു, രാജു, രാജു എണീക്ക്. രാജു, രാജു ഞാനാ വിളിക്കുന്നത്. രാജു, 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 രാജു ഇവിടെ. രാജുന് എന്താ പറ്റി? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, റിലാക്സ്. ഞാനെന്താ ഇവിടെ? രാജു ഇവിടെ. കുട്ടി ഇവിടെ തല കറങ്ങി വീണപ്പോ കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയതാ. താൻ കൊണ്ടുവന്ന പേഷ്യന്റ് അല്ലേ രാജു? അതെ. അയാൾക്ക് അത്യാവശ്യമായി ഒരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷനോ? അതെ. സിസ്റ്റർ പറഞ്ഞു കാണുമല്ലോ ഓപ്പറേഷന്റെ കാര്യം. പറഞ്ഞു. തലയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ട്. പിന്നെ വയറിനുള്ളിലെ മുറിവിലും ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പൈനൽ കോഡിലും ഡാമേജ് ഉണ്ട്. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം. അത്യാവശ്യമായി 25 ലക്ഷം രൂപ അടച്ചാലേ ഓപ്പറേഷൻ തുടങ്ങാൻ സാധിക്കും. 25 ലക്ഷം? അതെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഞാൻ ഉടനെ ക്യാഷ് അടയ്ക്കാം. കഴിയുന്നത്ര വേഗത്തിൽ ബില്ലടച്ച് ബില്ല് സിസ്റ്ററിന് കൈമാറണം. ശരി ഡോക്ടർ. ഓക്കെ. ഹലോ, ഹലോ സലീമേ, കേക്കാവോ? ഇല്ല, ഞാൻ ഇറങ്ങാൻ തുടങ്ങുക. അതൊക്കെ വിശദമായിട്ട് വന്നിട്ട് പറയാതെ.
സലീമ ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടോ. അയ്യോ മാഡം ഇവിടെ എങ്ങനെ? ഞാൻ എന്റെ ഡ്രൈവറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു വേണുവേട്ടാ. ഞാനിവിടെ വന്നത് വേണുവേട്ടന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? അയ്യോ മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ദൈവങ്ങൾക്കൊപ്പേ പത്മാവതി മാഡത്തെയും വർമ്മസാറിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. മാഡം ഈ ഉള്ളവനെ തെരഞ്ഞു വന്നതിലേ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും ശരിയല്ല. അതാ ഞാൻ മാഡം അകത്തേക്കിരിക്കാം. ഇത് വേണുവേട്ടന്റെ സ്വന്തം വീടാണോ? അയ്യോ ഇല്ല മാഡം, വാടകയ്ക്കാണ്. വർഷങ്ങളായി ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഈ വീടിന് ഞങ്ങളെയും ഞങ്ങൾക്ക് ഈ വീടും സ്വന്തം പോലെയാണ്. മാഡം ഇരിക്കും മാഡം. ബുദ്ധിമുട്ടില്ലെങ്കിൽ വേണുവേട്ടൻ എന്നെ ഒന്ന് സഹായിക്കാൻ സാധിക്കോ? എന്താ മാഡം, എന്താണെങ്കിലും പറഞ്ഞോളൂ. വേണുവേട്ടൻ അറിയാലോ, വിവാഹപ്രായമാകുന്നവരെ എന്റെ മകൾക്ക് ആ വീട്ടിൽ സംരക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. പ്രതാപേട്ടന് അവൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അംബികേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി കൊടുക്കണേന്ന് ഞാൻ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഫലം ഉണ്ടായില്ല. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ തിരിച്ചു വന്നിരിക്കുന്നത്. ദീപക്കുമായിട്ടുള്ള അവളുടെ വിവാഹം നടന്നില്ല എന്ന് മുമ്പ് കണ്ടപ്പോ വേണുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ കഴുത്തില് ഞാനിന്ന് കണ്ട താലി, നെറുകയിലെ സിന്ദൂരം. ആരാ വേണുവേട്ടൻ എന്റെ മകളെ വിവാഹം കഴിച്ചത്? ഞാൻ അന്വേഷിച്ചപ്പോ വേണുവേട്ടൻ ഇപ്പോ ആ വീട്ടിലെ ഡ്രൈവർ അല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എങ്ങനെ എന്റെ മകളുമായിട്ട് വേണുവേട്ടൻ സൂപ്പർ മാർക്കറ്റിൽ വന്നത്? എല്ലാത്തിനുള്ള ഉത്തരം വേണുവേട്ടൻ എന്നോട് പറയൂന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പറയൂ വേണുവേട്ടാ. മാഡം അത് ഞാൻ മാഡത്തോട് ഞാനങ്ങനെ. എന്താ വേണുവേട്ടാ, എന്താ പ്രശ്നം? മാഡം അത് ഞാൻ പറയാം മാഡം. പക്ഷേ മാഡത്തിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. എന്താ വേണുവേട്ടാ, എന്താ? ഏയ് വേണുവേട്ടൻ ആദ്യം കോൾ എടുത്ത് സംസാരിക്കേ. ഹലോ, എപ്പോ എവിടെ വെച്ച്? അയ്യോ വേണുവേട്ടാ, വേണുവേട്ടാ എന്താ എന്താ പറ്റിയേ? അയ്യോ ദൈവമേ, ഞാനെന്ത് തെറ്റി? ദൈവമേ, വേണുവേട്ടാ, വേണുവേട്ടാ എന്താ സംഭവിച്ചേ? രാധമ്മേ, എടി രാധമ്മേ. എന്തു പറ്റി വേണുവേട്ടാ? പത്മാവതി മാഡം, എന്റെ എന്താ കുഞ്ഞ്. വേണുവേട്ടാ എന്താ ഉണ്ടായേ? എന്റെ മകൻ. ആര്? നമ്മുടെ രാജു. രാജുവിന് എന്താ പറ്റിയേ? അത് എന്റെ രാജുവിന് ഞാനിതെങ്ങനെ സഹിക്കും? എന്താ എന്താ ഏട്ടാ, എന്താ പറ്റിയത്? എന്തിനാ കരയുന്നേ? നമ്മുടെ മോന് ആക്സിഡന്റ് ഉണ്ടായി. സീരിയസ് ആയിട്ട് ആശുപത്രിയിലാ. നേഴ്സുമാര് വിളിച്ച് എന്തൊക്കെയോ പറയണു. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. എന്റെ കുഞ്ഞ്, എന്റെ രാജു. നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ, സമാധാനമായിട്ടിരിക്കെ. വേണുവേട്ടാ, ഏത് ഹോസ്പിറ്റലിൽ നിന്നാ കോള് വന്ന്? സിറ്റി ഹോസ്പിറ്റലിൽ പറഞ്ഞത്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. കരയാതെ. എന്റെ മോൻ. ഒന്നും സംഭവിക്കില്ല, രാജുവിനൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വാ, ഇങ്ങനെ കരയാതെ വാ.
ഓപ്പറേഷനുള്ള ക്യാഷ് ഞാൻ ആരോട് ചോദിക്കും? എന്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് ആണെങ്കിൽ ആ രമ്യയുടെ കയ്യിലാണല്ലോ. എന്ത് ചെയ്യും? രാജുവിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാലും അവരെ കൊണ്ടൊന്നും ഇത്രയും വലിയൊരു തുക കൂട്ടിയേ കൂടില്ല. ദൈവമേ, ഒരു വഴി കാണിച്ചു തരണേ. താനാ ബില്ല് പേ ചെയ്തോ? ഇല്ല സിസ്റ്റർ. ഇല്ലെന്നോ? താൻ പണം കൊണ്ടുവന്ന് ബില്ല് പേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലേ ഡോക്ടർ ഓപ്പറേഷനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തത്? ഒരാളുടെ ജീവന്റെ കാര്യ. പെട്ടെന്ന് ക്യാഷ് പേ ചെയ്താ നമുക്ക് ആളെ ജീവനോട് തിരിച്ചു കിട്ടും. ഇല്ലെങ്കിൽ പിന്നീട് ആലോചിച്ച് ദുഃഖിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ല. ക്യാഷ് ആവശ്യത്തിലേറെ ഉണ്ടായിട്ടും സ്വന്തം ഭർത്താവിനോ മക്കൾക്കോ അച്ഛനമ്മമാർക്കോ വേണ്ടി ചില്ലി കാശ് ചെലവാക്കാതെ അവര് ചാകുവാണെങ്കിൽ ചത്തോട്ടേന്ന് ഓർക്കുന്ന ഒരുപാട് ആളുകളെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. തന്നെ കണ്ടിട്ട് അങ്ങനെ ഒരാളാണെന്ന് തോന്നില്ല. ഞാൻ ഉടനെ പണം അടയ്ക്കാം സിസ്റ്റർ. പണം അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? സത്യം പറയേ, താനും ഞാൻ പറയുന്ന കാറ്റഗറി പെടുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞേക്കാം. അല്ല സിസ്റ്റർ, എന്റെ അച്ഛനെ ഞാൻ ഫോണിൽ ട്രൈ ചെയ്യായിരുന്നു. അച്ഛനോടൊരു വാക്ക് പറഞ്ഞ അച്ഛൻ ക്യാഷുമായിട്ട് വരും. എനിക്ക് വേഗം വിളിച്ച് പറയേ, എന്നിട്ട് ക്യാഷ് അടയ്ക്കാനുള്ള വഴി നോക്ക്. ശരി സിസ്റ്റർ. ദീപകേ, മോനെ, എന്തായടാ? അവൻ ചത്തോ? അവൻ ചത്തിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ വിളിച്ചതേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്താ കാര്യം? ഇവിടെ രാജുവിന് അടിയന്തരമായ ഒരു ഓപ്പറേഷൻ നടത്താൻ പോവാ. അതിന് കുറച്ച് ലക്ഷങ്ങൾ ചെലവാകും. അതിന്? ആ തുകയൊന്നും രാജുവിന്റെ വീട്ടുകാരെ കൂട്ടിയാ കൂടുന്നതൊന്നും അല്ല. അത് ഋതികയ്ക്കും അറിയാം. അതുകൊണ്ട് അവൾ ആ പണത്തിന് വേണ്ടി അമ്മാവനെ വിളിക്കും. അവൾ വിളിക്കുവോ? അവൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ? നിവർത്തിയില്ലാതെ വരുമ്പോ അവൾ അമ്മാവനല്ലാതെ വേറെ ആരെ വിളിക്കും? അവൾ അമ്മാവനെ തന്നെ വിളിക്കും. അവനെ വിളിച്ചാ അത് കുഴപ്പമാവും. അതുകൊണ്ട് അവള് വിളിച്ചാൽ ആ കോൾ ഒരിക്കലും അമ്മാവന് കിട്ടരുത്. അമ്മാവൻ അവളുടെ കോൾ ഒരു കാരണവശാലും എടുക്കരുത്. എടാ, അതിപ്പോ ഞാൻ എങ്ങനെയാ? പ്രതാപന്റെ ഫോൺ അവന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ? അത് പിന്നെ എനിക്കെങ്ങനെ എടുക്കാൻ പറ്റും? അതൊന്നും എനിക്കറിയില്ല. ഋതിക എന്തായാലും അമ്മാവനെ വിളിക്കും. അമ്മാവൻ ഒരിക്കലും ആ കോൾ എടുക്കരുത്. അവളും അമ്മാവനും തമ്മിൽ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അമ്മാവൻ ഇപ്പൊ അറിയാൻ പാടില്ല. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ അവന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ വരുന്ന കോളുകള് ഞാനെങ്ങനെയാ? അമ്മയുടെ തലനിറച്ച ബുദ്ധിയല്ലേ, എന്തെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം അടപടലം പൊളിയും. അമ്മയ്ക്ക് രാജു ചത്ത വാർത്ത കേൾക്കണ്ടേ? വേണം. അവൻ ചത്താലേ എനിക്ക് സമാധാനാവൂ. എങ്കിലേ അമ്മാവനും ഋതികയും തമ്മില് ഫോണിൽ സംസാരിക്കാതിരിക്കാനുള്ള വഴി നോക്ക്. ഞാൻ വിളിക്കാം. ഓക്കെ. ആമേ, അമ്മ ഞാൻ പറഞ്ഞതുപോലെ ചെയ്. കഴിഞ്ഞ തവണ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചതെങ്കിലും ചില സ്ഥലങ്ങളിൽ കാര്യമായിട്ടുള്ള വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചത്ര വോട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. ആ വോട്ടുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. പർമ്മ സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇലക്ഷന് മുമ്പ് പാർട്ടി നടത്തിയ സർവേകളിൽ കണ്ട വോട്ട് നിലവാരം ആയിരുന്നില്ല ഇലക്ഷൻ കഴിഞ്ഞപ്പോ കണ്ടത്. ഇത്തവണ അത് ഉണ്ടാകരുത്. നമുക്ക് കിട്ടേണ്ട വോട്ട് നമുക്ക് തന്നെ കിട്ടിയിരിക്കണം. നമ്മുടെ പാർട്ടി വീക്കായിട്ടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം.
അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാർ. കുടുംബ കൂട്ടായ്മകൾ ഉൾപ്പെടെ വിവിധ തരം ക്യാമ്പയിനുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമുക്കിതുവരെ ഒരു വോട്ടും കിട്ടാതിരുന്ന അംബേദ്കർ കോളനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ വോട്ടുകളും ഇത്തവണ നമുക്ക് തന്നെ കിട്ടും. അത് അവര് വാക്ക് തന്നിട്ടുണ്ട്. സാറിന് ഓർമ്മയില്ലേ? എന്റെ സിഗ്നേച്ചർ മാറ്റിയിട്ട് ധനസഹായം വാങ്ങിക്കൊടുത്ത ആളുകൾ താമസിക്കുന്ന കോളനി 100% ഉറപ്പിക്കാം സാർ. ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ നമ്മളാരും ഒന്നും പറയാതെ തന്നെ നാട്ടുകാരെ വോട്ട് പിടുത്തം തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ പ്രവർത്തനം ഫലമായ നമുക്കത് വലിയൊരു വിജയമായിരിക്കും. ആ ശേഖര ചേട്ടാ, ഈ ഫോണൊന്ന് ചാർജിനിട്. സിപി, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ആ ദൈവമേ, അച്ഛൻ ഫോൺ എടുക്കണേ. അയ്യോ, അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ചെറിയമ്മ വിളിക്കാം. നീ ആ വീട്ടിലേക്ക് ആരെ വിളിച്ചാലും കോള് കണക്ട് ആവില്ല മോളെ. അതിനുള്ള പണികളൊക്കെ എന്റെ അമ്മ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അയ്യോ, ഇനി എന്ത് ചെയ്യും? അവൻ ചാകുന്നതിന് മുമ്പ് ബില്ലടയ്ക്കാൻ ക്യാഷുമായിട്ട് അങ്ങനെ വരുമോ? അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഉണ്ടാക്കരുത്. ഇതൊക്കെ നിങ്ങളുടെ മകന് നടത്തേണ്ട ടെസ്റ്റുകളുടെ സാമ്പിളുകളാണ്. വേണുട്ടാ, അവന് എന്തോ വലിയ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ എന്തിനാ ഇത്രയും വലിയ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്? എനിക്ക് പേടിയാവുന്നു ഏട്ടാ. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. എന്റെ പൊന്നു മോനെ. നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെക്കാനും മാത്രം നിങ്ങളുടെ മകൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കരയാതിങ്ങനെ. ഈ ടെസ്റ്റ് എല്ലാം നടത്തുന്നത് ചികിത്സയുടെ ഭാഗമായി മാത്രമാണ്. നിങ്ങൾ എല്ലാരും അവിടെ ചെന്നിരിക്കും. സത്യമാണോ സിസ്റ്ററെ? ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നേ? ചെന്ന് അവിടെ ഇരിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഈ സാമ്പിൾസ് ഒക്കെ ലാബിൽ കൊടുത്തിട്ട് വരാം. അതുവരേക്കും നിങ്ങൾ അവിടെ ചെന്നിരിക്കും. വേണുചേട്ടാ, വാ അങ്ങോട്ട് നിൽക്കാം. ഞാനേ ഒന്ന് പേടിച്ചുപോയി. നീ ധൈര്യമായിട്ടിരിക്കരുതമ്മേ. നമ്മുടെ മുന്നിൽ ഒരു കുഴപ്പവും വരില്ല. നിങ്ങൾ രണ്ടുപേരും വന്നേ. വാ വാ വേണുട്ടാ, അവിടെ ഇരിക്കേ.
സിസ്റ്റർ വന്നല്ലോ. നിങ്ങൾ ആരാ? ഞാൻ രാജുവിന്റെ ചേച്ചിയാ. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വന്നേ. സിസ്റ്ററെ, രാജു എവിടെയൊന്നും പറഞ്ഞില്ല.